ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആദ്യം 2 കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റാതെ കടന്നു പോകും. അപ്പോൾ ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞത് നമ്മളുടെ റോജറാണ്. റോജറിൻ്റെ ഹെയർ വെറുതെ ഒന്ന് അയൺ ചെയ്തതാണ് കേട്ടോ. അവരുടെ റൂമിൽ ആർക്കോ ഇത് അയൺ ചെയ്യുന്നൊരു കോമ്പുണ്ട്. അപ്പോൾ ആ കോമ്പ് വെച്ചിട്ട് അയൺ ചെയ്തതാണ്. അപ്പോൾ ഒരു കുളി കഴിയുമ്പോഴേക്കും അത് സാധാരണ നമ്മളുടെ നാച്ചുറൽ ഹെയറിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് നമ്മളുടെ റിച്ചാർഡിൻ്റെ ഷിപ്പിലുള്ളൊരു ഫോട്ടോയാണ്. 2 ഫോട്ടോയുണ്ട്. നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. 2 ഡേറ്റിലുള്ളതാണ്, 2 ഷിപ്പാണ്. പക്ഷേ ആളുകൾ ഒന്നാണ്, ഫോട്ടോയും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. കാരണം ഇതേ ക്യാപ്റ്റൻ്റെ കൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും റിച്ചാർഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഷിപ്പ് 2ആണ്, വേറെ വേറെ ഷിപ്പാണ്. പക്ഷേ 2 പേരും ഒരേ ഷിപ്പിൽ തന്നെ 2 തവണയും കയറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വർക്ക് ചെയ്തിട്ട് തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആ ക്യാപ്റ്റൻ്റെ ഷിപ്പിലേക്ക് തന്നെ റിച്ചാർഡ് റിക്വസ്റ്റ് ചെയ്തിട്ട് റിച്ചാർഡ് പെട്ടെന്ന് പോകേണ്ടി വന്ന കാര്യം അതാണ് കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. അപ്പോൾ അങ്ങനെ റിപ്പബ്ലിക് ഡേക്ക് ഇവർ സാധാരണ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു പതിവുണ്ട്. കാരണം യൂണിഫോമൊക്കെ ഇട്ട് എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തേക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. അതിൻ്റെ അഭിപ്രായവും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നെനിക്കില്ലേ കുറച്ച് പണികളുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പണികളിലേക്ക് ഇറങ്ങാൻ പോകണേ. അപ്പോൾ തുണി കഴുകാനായിട്ടൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനൊക്കെ വരുന്നത്. പിന്നെ നെയ്യില്ലാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഇത്തിരി നെയ്യിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇത്തിരി സവാള, പച്ചമുളക്, ഇഞ്ചി ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ. ചിലവരിടും, എനിക്കൊട്ടും ഇഷ്ടമില്ല ഇഞ്ചി ഇടാൻ, അതുകൊണ്ട് ഇടാറില്ല. ക്യാരറ്റ്, അത്രയേ ഉള്ളൂ. പച്ചമുളകും സവാളയും വേപ്പിലയും ക്യാരറ്റും അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. റോസ്റ്റഡ് റവ ചെയ്തുകൊണ്ട് ഇനി റവ ഞാൻ വറുക്കാറില്ല അങ്ങനെ. ചിലവർ റോസ്റ്റഡ് റവ വീണ്ടും ഒന്നുകൂടിയിട്ടൊക്കെ വറുക്കോട്ടാ, ഇതൊന്ന് ചൂടാക്കിയെടുക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ 1.25 കപ്പ് റവയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് മതി കേട്ടോ. ഞങ്ങൾക്ക് 2 ആൾക്ക് 1 കപ്പ് കറക്റ്റാണ്. എങ്കിലും ഞാൻ 1.25 കപ്പ് ഇടും. അപ്പോൾ അതിനുള്ള ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഈ 1.25 കപ്പ് റവക്ക്. പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് റവ അതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഈ വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റവ വല്ലാതെ അങ്ങോട്ട് കുതിർന്നിട്ട് ഭയങ്കര വെള്ളത്തിൽ ഇരുന്നിട്ട് വെന്ത് വരുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള കട്ട പോലെ ഇരിക്കും. അത് പൊടിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരുന്ന ടിപ്പാണ്. അപ്പോൾ ഇത് ചിലവർ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ പറയണതാണ്. അപ്പോൾ അധികം വെള്ളമില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ മിക്സ് ചെയ്യരുത്, അധികം വെള്ളമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് തോന്നും വെള്ളം കുറവാണെന്ന് തോന്നും. അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അതിൻ്റെ മീതയിലേക്ക് സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഇത്തിരി ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. നടുവിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ആവിയേറ്റെടുക്കുക. അപ്പോൾ ആ വെള്ളം വറ്റുന്ന നേരം കൊണ്ട് ഈ ഉപ്പുമാവിൻ്റെ റവ നന്നായിട്ട് വെന്ത് വരും. അല്ലെന്നുണ്ടെങ്കിൽ അടിവശം പിടിച്ചിട്ട് കരിഞ്ഞിരിക്കില്ലേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ വരെയില്ല. നല്ല കളറിൽ തന്നെ കിട്ടും, കരിയാതെ. പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുട്ടിൻ്റെ പോലെ ഇരിക്കും, പൊടിഞ്ഞു വരും. മറ്റേത് കട്ട പോലെ നമുക്ക് പൊടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടായിപ്പോവും, പൊടിയൂല അത്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും, അടിവശം പിടിക്കുകയില്ല. അതിനാണ് നമ്മൾ ഇത്തിരി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കണത്. അപ്പം ഞാൻ തുണികൾ വാഷ് ചെയ്യാനിട്ടതൊക്കെ എടുത്ത് വിരിച്ച് അപ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ. ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് നല്ല ജോലി ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ക്ലീൻ ചെയ്യലാണ്. ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമെന്ന് വേണം പറയാൻ. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് വലിയൊരു പണിയാണ്. എങ്കിലും ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൂടായതുകൊണ്ടും വെയിലായതുകൊണ്ടും നമുക്ക് നല്ല പാടാണ് മുറ്റത്ത് നിന്ന് അത് ചെയ്യാനായിട്ട്. എങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുണി വിരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം ഞാൻ എപ്പോഴും കാണുന്നതാണ്,
കണ്ടിട്ട് വിട്ട് കളയും. എന്തായാലും ക്ലീൻ ചെയ്ത് മാറ്റണമെന്ന് തോന്നി. കാരണം ഞാനിത് എനിക്ക് തോന്നണത് 1 വർഷം മുൻപാണെന്ന് തോന്നുന്നത് ഇതിൽ ഗ്രില്ല് ചെയ്തത് നമ്മൾ കുട്ടികൾ 3 ആളുള്ള സമയത്താണ് ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് ഗ്രില്ല് ചെയ്തത്. പിന്നെ ഈ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. 3 തവണ എന്തോരം ഇതിനകത്ത് ആകെപ്പാടെ ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗ്രില്ല് ചെയ്തത് ഏകദേശം 1 വർഷത്തിന് മുൻപാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഓരോ പ്രാവശ്യം ഗ്രില്ല് ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് മാറ്റണേണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു. നല്ലതാണ് കേട്ടോ. ഗ്രില്ല് ചെയ്യാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് താല്പര്യം ഉള്ള ആളുകളുണ്ടല്ലോ. ചിലപ്പോൾ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ എല്ലാ വീക്കെൻഡിലൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ സംഭവം നല്ലതാണ്. ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഫോൾഡ് ചെയ്ത് മാറ്റുകയും ചെയ്യാം ആവശ്യം കഴിയുമ്പോൾ. ഇപ്പോൾ ഏതായാലും ഞാൻ ഫോൾഡ് ചെയ്ത് മാറ്റാൻ പോണേ. അപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് കത്തിച്ച കൽക്കരി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൊട്ടി ഒന്ന് മാറ്റണം. പിന്നെ ഇനി കത്തിക്കാനുള്ള ഫ്രഷ് കോള് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അത് മുകളിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും നമുക്കെടുത്ത് കത്തിക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മുകളിൽ. പിന്നെ ഇതിനെ കൂടിയിട്ട് നമുക്ക് ഈ കബാബിൻ്റെ സ്ക്യൂറുകളുണ്ടല്ലോ, അത് ആ സ്ക്യൂറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് 2 തവണ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നീട് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളത് പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എത്ര രൂപയാണെന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടാ. ഏതായാലും ഫ്ലിപ്കാർട്ടിലുണ്ട് ഈ സാധനം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് കാസ്റ്റ് അയണാണ് കേട്ടോ. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഇങ്ങനെ തുരുമ്പൊന്നും പിടിക്കൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ഇത് തുരുമ്പെടുത്ത് നാശമായേനെ. കാരണം ഞങ്ങളുടേത് കോസ്റ്റൽ ഏരിയയാണ്, ഉപ്പുകാറ്റാണ്. ഉപ്പുകാറ്റ് കൊണ്ട് ഭയങ്കരമായിട്ട് ഇത് പോകേണ്ട ടൈം കഴിഞ്ഞ്. ഓപ്പണായിട്ട് ഇവിടെ ഇരിക്കണമല്ലേ, തുറന്നിരിക്കണമല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അത് തുരുമ്പൊന്നും എടുത്തിട്ടൊന്നുമില്ല. തീ കത്തിക്കുന്നതിൻ്റെ ആ താഴെ ഭാഗം, താഴത്തെ വശത്ത് മാത്രം ഇത്തിരി പെയിൻറ്റ് ഇളകി പോയിട്ടുണ്ട്. അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ അത് ഇതുപോലെ ഒരു സൂട്ട് കേസ് പോലെ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ ഒരു ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ച് കളഞ്ഞ്. അപ്പം ഞാൻ നമ്മുടെ സോൾട്ടിൻ്റെ ഒരു കവറിൽ ഇട്ടിട്ട് അലമാരയുടെ അകത്തേക്ക് മാറ്റാൻ പോണേ. അപ്പം ഇത് 1 കൊല്ലമായിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കണേണ്. അതാണ് എൻ്റെ മടി. ചില സാധനങ്ങളൊക്കെ എടുക്കാനും വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അങ്ങനത്തെ മടികളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തതിൻ്റെ അടിയിൽ കൊണ്ടുവച്ച്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടൊന്നുമില്ല. ആ സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്യൂർ കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്, നല്ല ബലമുള്ള സ്ക്യൂറാണ് ഇതിനെ കൂടി കിട്ടിയത്. അത് 8 എണ്ണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ പിടുത്തം ഇല്ലേ, ടോങ് എന്ന് പറയില്ല, ആ സാധനവും കൂടി ഒരെണ്ണം ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കിച്ചണിൽ ഇങ്ങനെ യൂസ് ചെയ്യും കേട്ടോ. ഇത് വേറെ ഉണ്ട് എൻ്റെ കയ്യിലെങ്കിലും ഇതും ഞാൻ ഇടയ്ക്കെടുത്ത് യൂസ് ചെയ്യും. അങ്ങനെ ഈ സംഭവം എല്ലാം കൂടിയിട്ടായിരുന്നു നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ഒപ്പത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് കിച്ചണിൽ കയറി ഇത് കാലത്തെ കാപ്പി ഇട്ട് ഉപ്പുമാവിൻ്റെ കൂടെ ഏതായാലും ഒരു ബുൾസൈ കൂടി വെക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ജോലി ചെയ്യണ സമയത്തില്ലേ കൂടുതൽ ജോലികൾ, ഇത്തിരി മേലിറങ്ങിയുള്ള ജോലികൾ ചെയ്യണ സമയത്ത് മുട്ട 2 എണ്ണമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. കുറേ ഹാർഡ് വർക്കാണെങ്കിൽ മുട്ട 2 മുട്ടയും നമ്മുടെ ഫുഡിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം 2 മുട്ടയും കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശക്കണ പ്രശ്നമില്ല. നല്ലതായിട്ട് തന്നെ നമ്മൾ തളരാതെ നിന്നിട്ട് ജോലി ചെയ്യും കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് മുട്ടയും കൂടിയിട്ട് ബുൾസൈ ആക്കിയിട്ട് ആ കൂട്ടത്തിൽ വെക്കാം. ചിലവർ മുട്ട ചിക്കി വറുത്തത് ഈ ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ ഇടും, തേങ്ങയൊക്കെ ഇടും. പലരും പല രീതിയിലുണ്ടാക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. മുട്ടയും തേങ്ങയൊക്കെ ഉപ്പുമാവിൽ ഇടുന്നത് ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റല്ലേ, ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഈ പഞ്ചസാര ഇട്ട് വച്ചിരിക്കുന്ന ഈ ജാറ്, അതെവിടെ നിന്നാണ്, അതിൽ ഉറുമ്പ് കയറുകയെന്നൊക്കെ കുറേ പേര് ഇത് കാണുമ്പോൾ ചോദിക്കണം. കാരണം ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള ജാറുകളാണ്.
അപ്പോൾ ആ ജാറുകൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ജ്യോതി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നു 2 ജാറാണ്. ഒരെണ്ണത്തിൽ ഉപ്പ്, ഒരെണ്ണത്തിൽ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ എത്ര എയർ ടൈറ്റായിട്ട് വെച്ചാലും ഉറുമ്പ് കയറുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉറുമ്പ് കയറാതിരിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലക്ഷ്മണ രേഖയൊക്കെ വരക്കേണ്ടി വരും. അല്ലാതെ ആണെങ്കിൽ ഉറുമ്പ് എന്തായാലും കയറും. അതുകൊണ്ട് നമുക്കിതിലും അങ്ങനെ ഉറുമ്പ് കയറുന്ന സമയമാണെങ്കിൽ മാത്രമേ ഉറുമ്പ് കയറൂ. ഇത് വെച്ചിട്ട് അങ്ങനെ ഉറുമ്പ് കയറിയിട്ടില്ല. ഉറുമ്പ് കയറുന്ന ചില മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ നമ്മളുടെ വീട്ടിലെല്ലാ വീട്ടിലും അതെ, എത്ര ഉറുമ്പിനെ ഓടിച്ചാലും ഉറുമ്പ് പോകില്ല, വാശിക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വാശിക്ക് ഉറുമ്പ് കയറുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതിലും കയറും, ഏതിലും കയറും കേട്ടോ. അല്ലാതെ ഇതിൽ മാത്രമേ, ഇതിപ്പോൾ എയർ ടൈറ്റ് അല്ല, വെറുതെ ഇങ്ങനെ മൂടി വെക്കണേണ്, പക്ഷെ അങ്ങനെ ഉറുമ്പ് കയറൂല കേട്ടോ. അതാണ് ഞാനത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും മിക്കവാറും. അപ്പം ഞാൻ ആദ്യം പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുൽസൈ ഉണ്ടാക്കിയത്, അതിങ്ങനെ ഇട്ടപ്പോൾ അത് മറിഞ്ഞു പോയപ്പോഴത്തേക്കും അതിൻ്റെ മഞ്ഞക്കരു പൊട്ടിയും പോയി. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ച് അടുത്തത് നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ മീതയിൽ വെക്കാം, ആദ്യത്തേത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മളങ്ങനെയാണല്ലേ, മറ്റുള്ള ഇപ്പോൾ ഭർത്താവിനും മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ട് എടുത്ത് കൊടുക്കും. നമ്മൾക്ക് ഇത്തിരി പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ നമ്മളെടുക്കും. ഇപ്പം അത് തന്നെ ഞാനും ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അവർക്കൊരു തൃപ്തിയല്ലേ കാണുമ്പോൾ, അതുകൊണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതാണ്, പക്ഷേ ആദ്യത്തേത് ഇങ്ങനെ മറിഞ്ഞു പോയിട്ടപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഇനി ചോറും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറികൾ വെക്കാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്, ഫ്രിഡ്ജിലുണ്ട്. അതുകൊണ്ട് സാവധാനം വന്നിട്ട് വെക്കാം. കാരണം വെയിലധികം അങ്ങോട്ട് ആകുന്നതിന് മുൻപേ പുറത്തുള്ള പണി ചെയ്യാം. വെയിൽ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അകത്തുള്ള പണി ചെയ്യാമല്ല എന്ന് വിചാരിച്ച് അത്രയും മാത്രം ചെയ്ത് ചോറും കൂടി വെച്ചിട്ട് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളുടെ ഈ ചെടിച്ചട്ടിയൊക്കെ 10-15 വർഷം പഴക്കമുള്ള ചെടിച്ചട്ടികളാണ്. ഇപ്പം മേടിച്ചതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളാണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം പഴകിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇത് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ആ പിടിക്കുന്ന സ്ഥലം കയ്യിലിരിക്കും, ചട്ടി താഴേക്ക് വീണ് ഉടനെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടിച്ചട്ടി ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുമുണ്ട്. ഒരുപാട് ചെടിച്ചട്ടിയായിരുന്നു ഇവിടെ, നിറയെ ചെടികളുമായിരുന്നു. നമ്മൾക്കത് നോക്കാൻ പറ്റാതെ ഇപ്പോഴത്തേക്കുമാണ് അതൊക്കെ ഉപേക്ഷിച്ച് ചെടിച്ചട്ടിയൊക്കെ കുറേ പേർക്ക് കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് ചെടികൾ നനച്ച ചട്ടികൾ മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. കുറേ ചട്ടികളും കാലിയാക്കി അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും ചെടിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ചെടിച്ചട്ടികൾ വെച്ചിരുന്നത് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ ചെടിച്ചട്ടികളെല്ലാം പെയിൻറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ക്രിസ്മസിന് മുൻപായിട്ടായിരുന്നു. ഇത്തവണ ക്രിസ്മസിന് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ഞാനും പപ്പയും കൂടി പറഞ്ഞെങ്കിലും മാനസികമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഏതായാലും ചെയ്യണമെന്നൊരു തോന്നൽ മനസ്സിൽ വന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. ഒരു ബക്കറ്റ് തൈര് കൂടി എടുത്തോട്ട്, തൈര് എഴുതിയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടി ഒരു അരക്കിലോ എടുത്തു, കപ്പലണ്ടി തൈര് എടുത്തു, എഴുതാത്തതാണ്. അരക്കിലോ കപ്പലണ്ടി പച്ചക്കപ്പ തൈര്. അപ്പോൾ പപ്പക്ക് അറിയില്ലായിരുന്നു ഞാൻ ഈ ഒരു ജോലി ചെയ്യാൻ പോകണമെന്നുള്ളത്. കാരണം രാവിലെ തന്നെ ഞാൻ കടയിൽ പോകാനുള്ള ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അത് എടുത്തിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞാനിത് ചിരണ്ടണം കണ്ടത്. പപ്പയ്ക്ക് ഇൻട്രസ്റ്റാണ് ഇവ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പക്ഷേ ഒന്ന് തുടങ്ങി കൊടുക്കണം. ഇത് ഈ ചെടിയുടെ കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് അത്ര വലിയ, ഞാൻ തുടങ്ങി കൊടുക്കാതെ പപ്പ ചെയ്യില്ല. പക്ഷേ പപ്പ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞങ്ങളൊട്ട് അറിയേയില്ല.
അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഈ സൺഷെയ്ഡുകളൊക്കെ ഇല്ലേ, നമുക്ക് ആ സൺഷെയ്ഡുകളിലൊക്കെ അങ്ങനെ ചവറും മഴുക്കൊക്കെ വന്ന് വീണിട്ട് അതിങ്ങനെ മഴക്കാലമാകുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വെള്ളത്തോട് കൂടി പോയിട്ട് ഓവിൻ്റെ അവിടെ പോയിട്ട് കൂടിയിട്ട് ഓവിന്ന് ഈ മഴയത്തുള്ള വെള്ളം പോകാതെ ഈ വെള്ളം സൺഷെയ്ഡുകളിൽ കെട്ടി നിന്ന് സൺഷെയ്ഡ് വെയിറ്റ് കൂടി പിന്നെ ചില നന്നായിട്ടൊക്കെ പണിയാത്ത സൺഷെയ്ഡുകളൊക്കെ ആണെങ്കിൽ പൊളിഞ്ഞ് വീണ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കും. പിന്നെ വെള്ളം ഇറങ്ങി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ വീടിനകത്തേക്കൊന്നല്ല, ചുവരിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി ഒക്കെ കേടുവരും എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ പപ്പ ഭയങ്കരമായിട്ട് അത് നോക്കാറുണ്ട്. എപ്പോഴും സൺഷെയ്ഡ് ക്ലീനിങ്ങും എല്ലാം ചെയ്യും കേട്ടോ. അതൊന്നും ഇവിടെ ഞാനോ പിള്ളേരോ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ്, ഒരിക്കലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ അതെല്ലാം പപ്പ ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പപ്പ ചെയ്യൂല. പറഞ്ഞ് ഒന്ന് നിന്നിട്ട് ഒന്ന് തുടങ്ങി കൊടുക്കണം. അപ്പോഴാണ് പപ്പ നമ്മുടെ കൂടെ നിന്ന് എല്ലാം ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിന്ന് ഏതായാലും ഈ ഒരു പണി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ സാധാരണ ചെടിച്ചട്ടി ഇങ്ങനെ ചിരണ്ടി കളഞ്ഞതിന് ശേഷം ഒരു പാത്രം കഴിയുന്ന പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ പഴയതിങ്ങനെ കളഞ്ഞ് ഇട്ടേക്കണതില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതിൻ്റെ മീതെല്ലാം പെയിൻറ്റ് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും മെനക്കെടാൻ തോന്നിയില്ല. അപ്പോൾ ഒരു എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരണ്ടി കളഞ്ഞതിന് ശേഷം നനഞ്ഞ പഴയ തുണികൾ എടുത്തിട്ട് നനച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് ചുറ്റും ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലാതെ ഇത് മൊത്തത്തിൽ നമ്മൾക്കിത് ക്ലീൻ ചെയ്തെടുക്കൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ പപ്പ ഇത് പുത്തൻ ചട്ടി പോലെ ആക്കും, തേച്ച് കഴുകിയിട്ട് എന്നിട്ടേ പെയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സംഭവിക്കണത് നമുക്ക് ഒരു ചട്ടി 2 ചട്ടിയെ ഒരു ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ കിടന്ന് ഒരുപാട് പണികൾ ചെയ്തിട്ട് അത്രയും പെർഫെക്ഷൻ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു ചട്ടിയൊക്കെ പോയിരിക്കുന്ന ചട്ടികളാണ്. ചിലപ്പോൾ ഇത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തേച്ച് കഴുകി എടുത്ത് കഴിയുമ്പോഴേക്കുള്ളൂ ചിലപ്പോൾ അത് വിട്ട് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത് ചെയ്ത പണി പോയി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും ഞാൻ. അത് ഇപ്പം ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിന്നോളും, പെട്ടെന്നൊന്നും പായൽ പിടിക്കുകയൊന്നുമില്ല. എത്രയേ കഷ്ടപ്പെട്ടിട്ടൊന്നും ഈ പഴയ ചട്ടിക്കകത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരുവിധം മെനയാക്കിയിട്ട് അങ്ങോട്ട് വെച്ച്. കാരണം ഈ കരി പിടിച്ച് പായൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കണേലും ഭേദമല്ലേ ഇങ്ങനെ എളുപ്പത്തിൽ സിമ്പിൾ മെത്തേഡിലൂടെ ഇതിത്തിരി ഭംഗിയാക്കി വെക്കുന്നത്. ഇതാരും ചെയ്യൂല, അങ്ങനെ ഇരിക്കൂടെ. നമ്മൾ ചെയ്തൊന്ന് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യൂല. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കും വെയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് വെയിൽ വരാൻ തുടങ്ങുമല്ലോ, ഇപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ ഇതൊരു ചട്ടി, അതായത് 2-3 ചട്ടികൾ വെച്ചിട്ട് ഞാൻ തുടച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബോക്സെല്ലാം എൻ്റെ ബെഡിൻ്റെ കയ്യിൽ വെച്ചില്ലേ, അത് ഏതായാലും ഇതിന് ഉപകാരപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അരിച്ചാക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കില്ലേ, അതിട്ടിട്ട് അതിൻ്റെ മീതയിൽ വെച്ചിട്ടൊക്കെ ചെയ്യും. ഇത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒന്ന് കറക്കി തിരിച്ചൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അരിച്ചാക്കുമ്മേൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്കി തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വേഗം ഈ കേക്കിൻ്റെ ടേൺ ടേബിൾ പോലെ പെട്ടെന്ന് തന്നെ അത് കറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ചെടിച്ചട്ടികൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാനിതൊക്കെ ചെയ്യണ സമയത്ത് ഈ കിളികളുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ സമയത്തൊന്നും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ജോലികൾ ചെയ്യാറില്ല. ഈ വെയിലടിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എപ്പോഴും റേഡിയോ കേൾക്കലാണല്ല പതിവ്. അതല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മളവിടെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ശബ്ദങ്ങളും എല്ലാം കൂടി ആയിട്ട് ഈ ഒരു കിളികളുടെ ശബ്ദമൊന്നും അങ്ങനെ കേൾക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ പുറത്തിറങ്ങി ഈ ഒരു സമയം നിന്നപ്പോഴും കിളികളുടെ ശബ്ദം നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നിന്നിട്ടാണ് ജോലികൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ കിളികളുടെ ശബ്ദമൊക്കെ ഞങ്ങളെപ്പോലെ സിറ്റി ലൈഫിൽ ഉള്ള ആളുകൾക്ക് വളരെ റെയറാണ് അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം കിളികൾ ഒരിക്കലും സിറ്റിയിൽ വന്ന് ചേക്കേറാൻ നിൽക്കില്ല. ഇപ്പം നമ്മൾക്കിവിടെ ഒരുപാട് മരങ്ങളുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് ഏരിയയിൽ കാട് പോലെ മരങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ കിളികളെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് റോസപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ പുല്ലൊക്കെ ആകെ കാട് കയറിയിട്ട് എല്ലാം പോയി കിടക്കണേണ് കേട്ടോ. അപ്പോൾ വെട്ടാൻ വരണ ആളുകളെ വിളിച്ചാലും അവർക്ക് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് വലിയ താല്പര്യമില്ല. കുറച്ച് ഏരിയയിലുകൊണ്ടാണ് അവർക്ക് വരാൻ താല്പര്യമില്ലാത്തത്. എങ്കിലും പപ്പനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് വിചാരിച്ച് നിൽക്കണേണ് ഞാൻ ആ പുല്ലൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അകത്ത് കയറിയിട്ട് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടാ. കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പരിപ്പ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കി, ഇത്തിരി മീനും വറുത്ത്. പിന്നെ ഇത് നേരത്തെ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്, അത് എടുത്ത് പുറത്ത് വെച്ച്. കുറേ ദിവസം കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച്. ഇത് എൻ്റെ ഹെയർ ഡൈ, പുട്ടിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി 66 രൂപയാണ് 1 കിലോ. ഇതാ അവരുടെ കടയുടെ ബ്രാൻഡ്. ഇത് അരിപ്പൊടി, പഴത്തിന് പഴുത്താണെന്ന് തോന്നുന്നു, പച്ചക്കായ, വറുക്കാത്ത കപ്പലണ്ടി, പുളി, ക്യാരറ്റ്, കൊത്തമര, തൈര്, വിനാഗിരി, മുട്ട, സാമ്പാർ പീസ്, ഉരുളക്കിഴങ്ങ്, കോവക്ക, 10 കിലോ അരി തീർന്നു. അപ്പോൾ 10 കിലോ അരി, മട്ട, എനിക്ക് ഇത് കഴിക്കാൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് പൈനാപ്പിൾ ഒരെണ്ണം, 1/2 കിലോ ഉള്ളി, സവാള, ഇത്രയും സാധനം. ഇത്രയില്ല, കുറേ നാൾ കൂടിയാണ് ഇത്രയും സാധനം വാങ്ങിച്ചത് കേട്ടോ. ഈ അരി മേടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും രൂപ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 500 രൂപ 600 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ആകെയും മേടിക്കുന്നത്. ഇതിപ്പോൾ അരി 10 കിലോ ഇല്ലേ. അരിയുടെ വില എത്രയാണ്, എത്ര രൂപയാണ് അരിക്ക്? 590 രൂപ ഉണ്ടോ? 590 രൂപയുടെ അരി, അതാണ് പൈസ കൂടിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് 500 രൂപ താഴെ വരുള്ളൂ. 600 രൂപ മേടിക്കണം അരിക്ക്. ഒരു 600 രൂപയുടെ സാധനം എപ്പോഴും അങ്ങനെ തന്നെയാണ്. 600 700 മാക്സിമം 800 രൂപയുടെ സാധനം മാത്രമേ മേടിക്കുള്ളൂ. അങ്ങനെ ഞാൻ കറികളും ഉണ്ടാക്കി അവിടെ വെച്ച്. ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടില്ല, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ കറികൾ ഉണ്ടാക്കി വെച്ച് ആ സമയത്ത് പപ്പ വന്നിട്ട് സാധനങ്ങളുമൊക്കെ ഞാനെടുത്ത് വെച്ചിട്ട് പോന്നു. പപ്പ അവിടെ കിടക്കണേന് കേട്ടോ. വന്ന് ചൂടത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ക്ഷീണം കൊണ്ട് ഫാൻ ഇട്ടിട്ട് അവിടെ കിടക്കണുണ്ട്. അപ്പോഴാണ് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞത്, ആ പുല്ല് വെട്ടണ ആളെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ്, പുല്ല് എന്ന് പറയാനായിട്ട് വെട്ടാനല്ല, അത് കംപ്ലീറ്റ് കളയാനേ പറ്റുള്ളൂ. കാരണം നിറയെ കളകളാണ്. പേൾ ഗ്രാസ് എന്നും പറഞ്ഞ് നമുക്ക് ഇട്ട സാധനത്തിൻ്റെ ഒരു അംശം പോലും ഇനി അതിനകത്തില്ല. അപ്പോൾ പിന്നെ അത് കളയാണ്, അത് മൊത്തം കളയണം. അതിന് പുല്ല് വെട്ടണ ആളിൻ്റെ ആവശ്യമില്ല, അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അന്നേ വലിയ ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പുല്ല് വെട്ടുന്നതിന് 1000 രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും 1000 രൂപ പപ്പ ലാഭിച്ച് തരാമെന്നാണ് പറയണത്. അപ്പോൾ ഏതായാലും അത് ചെയ്തെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പുല്ല് വെട്ടുമ്പോൾ അത് ഭംഗിയായിട്ട് വെട്ടണമല്ല, ഇത് പുല്ലൊന്നുമല്ല, ഇത് കളയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇത് മാതി കളയണേ. പപ്പ അത് ഒരു വശം മുതൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നല്ല നട്ടുച്ചയാണ് കേട്ടോ. പപ്പക്ക് വെയില മഴയ ഒന്നും പ്രശ്നമില്ലാത്ത ആളാണ്. ചെയ്യണമെന്ന് പുള്ളിക്ക് തോന്നിയാൽ പുള്ളി വെയിലും മഴയും ഒന്നും വകവെക്കൂല, അവിടെ നിൽക്കും. പക്ഷേ അതിനെ കൂടി നിൽക്കുന്ന നമ്മൾ ആകെ കഷ്ടത്തിലാകും. ഇപ്പം അതാണ് സംഭവിച്ചേക്കുന്നത്. പപ്പ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഇതിപ്പോൾ ഭയങ്കര വെയിൽ കൂടി, ഇപ്പോൾ ഈ വെയിലത്ത് നിന്ന് ചെയ്താൽ എങ്ങനെ ശരിയാവണേന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് അധികം വെയിൽ വന്നതിന് മുമ്പ് കുറച്ച് പണി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വൈകുന്നേരം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പപ്പ അവിടെ നിന്നിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് ചെയ്യണ കാണുമ്പോൾ അത് വെയിലത്തല്ലേ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കൂല, എനിക്കൊരു വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ച്, അപ്പം ഞാൻ പറഞ്ഞ് ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കേൾക്കണേ ഇല്ല. പുള്ളി അവിടെ നിന്നിട്ട് നല്ല പണിയാണ്. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള പണി ഞാനും ഇങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും വന്നിട്ട് ഉള്ള ചട്ടികളെല്ലാം എടുത്തു വെച്ച് എല്ലാം അങ്ങോട്ട് കഴുകണം എന്ന് പറഞ്ഞാൽ ഈ തുണി മുക്കിയിട്ട്, നനഞ്ഞ തുണി മുക്കിയിട്ട് ഒന്ന് തുടക്കും, ചിരണ്ടി കളഞ്ഞതിന് ശേഷം കേട്ടോ. എല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തുടച്ചിട്ട് വേഗം അങ്ങോട്ട് പെയിൻറ്റ് ചെയ്ത് എല്ലാം വെയിലത്തിരുന്ന് നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങി കേട്ടോ.
അപ്പോൾ ഇന്ന് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോകുമ്പോഴേ ഒന്നാം സ്ഥാനം കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ കയറി കഴിയുമ്പോൾ തന്നെ ആകെ തളർന്ന അവശതയായിട്ട് ഇനി തിരിച്ചിറങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് തോന്നും. പക്ഷേ അടുത്ത സ്റ്റേഷൻ ഒരു 3 സ്റ്റേഷൻ കടന്ന് കിട്ടിയാൽ പിന്നെ അടുത്ത 4ാമത്തെ സ്റ്റേഷൻ തുടങ്ങി 14ാമത്തെ സ്റ്റേഷൻ വരെ നമുക്ക് ഒരു തളർച്ചയും കൂടാതെ കയറാൻ സാധിക്കും. ഇതെൻ്റെ അനുഭവമാണ്. എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഇന്നത്തെ ഒരവസ്ഥ. ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഈ വെയിലത്തിരുന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ചെയ്തങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും സിമ്പിളായിട്ട് ആ വെയിലത്ത് നിന്ന് തന്നെ എല്ലാ ചട്ടികളും ക്ലീനാക്കി പെയിൻ്റ് അടിച്ച് വെച്ച് ഞാൻ. പിന്നെ നമ്മളുടെ ചെടികളുടെ കൊമ്പുകളെല്ലാം വല്ലാതെ പൊങ്ങി നിൽക്കണമായിരുന്നു. അപ്പോൾ പപ്പ അത് വെട്ടിക്കളയില്ല അങ്ങനെ അങ്ങോട്ട്. കാരണം അതിൻ്റെ അറ്റത്തൊരു മുട്ട പൂവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പ അത് വെട്ടിക്കളയില്ല. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇറക്കി വെട്ടാനും പപ്പ നിൽക്കില്ല. അതിൻ്റെ അറ്റത്ത് കുറച്ച് മാത്രം ലെങ്ത്ത് കളയുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഏതായാലും അങ്ങനെ കുറേയധികം വെട്ടി അങ്ങോട്ട് കളഞ്ഞ്. ഞാൻ പറഞ്ഞ് ഏതായാലും വെട്ടാൻ പോകണേണ്, ഇതിങ്ങനെ ഒരുപാട് പൊക്കത്തിൽ വളർന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പപ്പക്ക് വലിയ താല്പര്യമില്ല അത്. എങ്കിലും ഞാനങ്ങോട്ട് വെട്ടിക്കളഞ്ഞല്ല. അതുപോലെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്, ഈ കളർ ചെടികളൊക്കെ ഇല്ലേ, അതുമൊക്കെ വെറുതെ ഇങ്ങനെ വളർത്തി വലിയ പൊക്കത്തിൽ നിർത്തിയേക്കും പപ്പ, ഒന്നും വെട്ടൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ഷോർട്ടാക്കി. കാരണം അത് ഷോർട്ടാക്കി വെക്കുമ്പോഴത്തേക്ക് അത് ബുഷിയായിട്ട് വരാൻ നല്ലതാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പപ്പക്ക് എന്തോ അങ്ങനെ വെട്ടിക്കളയുന്നതൊക്കെ ഒന്നും ഇഷ്ടമില്ല. അങ്ങനെ കുറേ വെട്ടിക്കളയാനുള്ള സാധനങ്ങളും പിന്നെ ഈ ചൈനീസ് വാൾസൊക്കെ എന്തോ വീണ്ടും കേട് പിടിച്ചിട്ട് അതുമൊക്കെ തളർന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിയൊക്കെ കളഞ്ഞ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ എല്ലാം നമ്മൾക്ക് പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല. നനഞ്ഞ തുണി മുക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് തുടച്ചാൽ മതി. കാരണം കഴുകലിനേലും വളരെ എളുപ്പമാണ് നനഞ്ഞ തുണി മുക്കിയിട്ട് തുടക്കണത് കേട്ടോ. അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചൂലിൻ്റെ അറ്റം കൊണ്ട് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് പിന്നെ തുണി മുക്കിയിട്ട് തുടക്കാട്ടോ. അങ്ങനെ ക്ലീനാക്കി വെക്കാം. പിന്നെ അതിൻ്റെ എല്ലാം മാറ്റി അവിടേക്ക് ഒന്ന് അടിച്ചു വാരി. ഇത് കാണുമ്പോൾ പെട്ടെന്ന് തീരും, പക്ഷേ ഒത്തിരി പണിയാണ് കേട്ടോ ഇത്. ഒരു 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തത്. ഇത് ചെയ്യുമല്ലേ അന്വേഷിക്കുന്ന സംഭവം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാറ്റൂർ മല കയറണ പോലെ നമുക്ക് 14 സ്ഥലം വരെ ഈസിയായിട്ട് കയറാൻ പറ്റും എന്നുള്ള രീതിയിലായിപ്പോയി എൻ്റെ ഒരു അവസ്ഥ. ഇത്രയും കത്തി നീക്കണ ചൂടാണ് കേട്ടോ. കാരണം നമ്മൾ ഊണ് കഴിക്കാൻ പോലും അകത്തോട്ട് കയറിയിട്ടില്ല. അത്രയും ചൂടിൽ നിന്നിട്ട് വെയിലും കൊണ്ട് ഇതങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പം ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കുറേ അധികം ആളുകൾ അവരവരുടെ ഗാർഡനിലെ ചട്ടികളൊന്ന് ക്ലീൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നും. ഒരു ചൈനീസിൻ്റെ അലക്കുകല്ലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ഒരു തൊട്ടി പോലത്തെ ഒരു സ്ഥലവും കെട്ടിയിട്ടിട്ട് പിന്നെ അലക്കണ കല്ല് ഒന്നിച്ചിങ്ങനെ, എന്നിട്ട് അതിൽ അവർ അലക്കണ കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ അങ്ങനെ അലക്കാൻ കൊതിയാകും അല്ലേ? അതുപോലെ ഒരുപാട് പേര് ആ ഒരു ടൈപ്പ് അലക്ക് കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ തോന്നുമെന്ന് എനിക്ക് ഉറപ്പാണ്. തത്തമ്മോ കൊച്ചിന്ന് പുറത്ത് തന്നെ ആയിരുന്ന മമ്മിയുടെ മുത്തിവിടെ തന്നെ ചൂട് തിരുന്ന പൊന്നോ അത്തുപോകായി പാപ്പ തിന്ന സിക്ക പാപ്പ തിന്ന വാ, സിക്ക പാപ്പ തിന്ന വാ. നീ മതി, ഇനി ചോറുണ്ട് കഴിഞ്ഞ് വൈകുന്നേരം ബാക്കി പണി. 1:30 അല്ലേ? ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചട്ടികളെല്ലാം എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. പക്ഷേ അത് ആ സൈഡ് ക്ലീൻ ചെയ്തിട്ട് മാത്രം. ആ സൈഡ് ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അത് ഊണ് കഴിച്ച് വന്നിട്ട് പപ്പ ക്ലീൻ ചെയ്യും. കാടായിപ്പോൾ ഇതിൽ പുല്ലില്ല. നമ്മുടെ പേൾ ഗ്രാസിൻ്റെ ഒരു അംശം പോലും ഇതിനകത്തില്ല. കംപ്ലീറ്റ് കളയണം. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നാണ് ഓർക്കണത്. ആകെ നശിച്ച്. അങ്ങനെ ഞങ്ങൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. ഭക്ഷണം കഴിച്ച് പപ്പ അവിടെ കിടപ്പായിട്ടുണ്ട്. ഫാനൊക്കെ ഇട്ടിട്ട് അവിടെ തറയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ റൂബിക്ക് 2 മുട്ട ഞാൻ ബോയിൽ ചെയ്ത് പിന്നെ ഒരു ഇത്തിരി ചിക്കനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ റൂബി നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് കൊടുത്താലേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്ന് കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഓവൺ ഏതായാലും ചൂടായി കിടക്കണമല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി കപ്പലണ്ടി ഉള്ളത് വറുത്തേക്കാമെന്ന് വിചാരിച്ച് കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ കപ്പലണ്ടി വറുക്കണത് ഓവണിൽ എങ്ങനെയാണെന്ന് ഇത് കാണുമ്പോൾ ചിലവർ ചോദിക്കും. അതുകൊണ്ടൊന്നുകൂടി പറയാം, കപ്പലണ്ടി നമ്മൾ കഴുകി ഉണക്കി ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുക്കണമെങ്കിൽ നല്ലത്. ഇപ്പം ഞാൻ നേരെ ചെയ്യണേണ്, അതേ ഇടണേണ്. ഇതിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം തെളിച്ചിട്ട് ഉപ്പും കൂടി പുരട്ടിയിട്ട് അത് നമ്മൾ സാധാരണ ചൂടാക്കാനൊക്കെ എടുക്കൂലേ മൈക്രോവേവ് എന്നുള്ള ആ സാധാരണ ഓപ്ഷനില്ലേ അത്, ആ മൈക്രോവേവിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ടിട്ട് ബാക്കിയുള്ള സമയം കൂടി അങ്ങനെ 2 സൈഡും അങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ടൊന്ന് 5 മിനിറ്റിൽ ഒരു പ്രാവശ്യം ഇളക്കിയാൽ മതി, പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചട്ടിയിൽ വറുക്കുമ്പോൾ കൊള്ളൂല, ശരിക്കും മണ്ണിട്ട് വറുത്താൽ നല്ലതാണ്. അല്ലാതെ വെറുതെ ചട്ടിയിലിട്ട് വറുക്കുമ്പോൾ കപ്പലണ്ടി വേറൊരു ഇടക്കിടക്ക് കരിവൊക്കെ വരും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല, കരിഞ്ഞൊന്നും പോകുന്നില്ല. ടൈം കൂടുതലായിപ്പോയാൽ കരിഞ്ഞു പോകും കേട്ടോ, കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അപ്പോൾ 10 മിനിറ്റ് മാക്സിമമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇടണ്ട. 7 മിനിറ്റ്, നേരത്തേക്ക് ഞാൻ 7 മിനിറ്റൊക്കെ ഇടുമായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ 10 മിനിറ്റാണ് ഇതിനിടണത്. എന്നിട്ട് അവിടെ മൂടി വെക്കുക. അത് തണുക്കുമല്ല. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കഴുകാത്ത കപ്പലണ്ടി ആയതുകൊണ്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് തൊണ്ടെല്ലാം ഇങ്ങനെ ഈ മുറത്തിലിട്ട് പാറ്റണ പോലെ ഒന്ന് കളയുക. അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്ത് കേട്ടോ, കാരണം അത് അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പറന്ന് കയറും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കപ്പലണ്ടിയുടെ ഒന്നും പോകാത്തതുണ്ട്, 99% പോയിട്ടുണ്ട്. അത് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്ന് കുറിക്കാനൊക്കെ എടുക്കാം. കപ്പലണ്ടി എന്ന് പറഞ്ഞൊരു സാധനം കുറച്ച് തിന്നു കഴിഞ്ഞാൽ തന്നെയും ഭയങ്കരമായിട്ട് വയറ് ഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നൊരു സംഭവമാണ് കപ്പലണ്ടി. ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന, ഇപ്പോൾ ചില ആളുകൾക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പാടില്ലാത്ത ആളുകളില്ലേ, ഷുഗർ പേഷ്യൻസൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കപ്പലണ്ടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കപ്പലണ്ടി ഒരു ഇത്തിരി കഴിച്ചാൽ മതി. വെള്ളം ഒരുപാട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കണമെന്നൊന്നും നമുക്ക് തോന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ കപ്പലണ്ടി അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട്, അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ചായ കൊടുത്താലും പപ്പക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഭക്ഷണത്തിനൊപ്പം നേരത്തെയൊക്കെ ഞാൻ നമ്മുടെ ഉച്ചഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴിയുന്ന സമയത്ത് ചായ ഇടുമായിരുന്നു നേരത്തെയൊക്കെ ഞാൻ. അങ്ങനെ ഇഷ്ടമാണ്. ഉടനെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചായ വെച്ച് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചായയൊക്കെ ഇട്ട് കപ്പലണ്ടി ബാക്കി ഇനി അടുത്ത ദിവസത്തേക്കുള്ളതാണ് ഈ കുപ്പിയുടെ അകത്തേക്ക്. അപ്പോൾ കുപ്പി നേരത്തെ തന്നെ കഴുകി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുപ്പിയുടെ അകത്തേക്ക് ഇട്ട് ബാക്കി ഇപ്പോൾ കഴിക്കാനുള്ളത് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഞാനവിടെ വെച്ചിട്ടാണ്. ഇപ്പം തന്നെ അത് തീരും, അതുകൊണ്ടാണ് ഈ ഒരു കണ്ടെയ്നർ എടുത്തത്. പിന്നെ കഴിക്കാനായിട്ട് കുക്കീസ് ഇരിക്കുന്നുണ്ട് പപ്പക്ക്. ഞാൻ മധുരം ഒട്ടും കഴിക്കണില്ല. ഇപ്പം മധുരം കഴിക്കാതിരിക്കുന്നത് വണ്ണത്തിൻ്റെ കൂടുതൽ ഉള്ള വണ്ണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ചായക്കാണെങ്കിലും ഞാൻ മധുരം ഇടാതെയാണ് എടുക്കണം. ചായ അങ്ങനെ കുടിക്കണ ഒരു ശീലം എനിക്ക് പണ്ടും ഇപ്പോഴും ഇല്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടി സംസാരിച്ചിരുന്നൊക്കെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഞാനും എടുക്കുമെന്നല്ലാതെ എനിക്ക് ചായ കാപ്പി ശീലങ്ങളൊന്നുമില്ല. പിന്നെ പഴം ഇത്തവണ കൊണ്ടുവന്നേക്കണത് ഇത്തിരി തൊലികീർത്ത പഴമാണ്, അത് വേഗം എടുത്ത് തീർക്കണം. അപ്പോൾ ഇന്നേതായാലും പഴമൊന്നും പപ്പ കഴിച്ചില്ല. കപ്പലണ്ടി കണ്ടു കഴിഞ്ഞാൽ കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കപ്പലണ്ടിയും കട്ടൻ ചായയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അപ്പുറത്തെ സൈഡ് ഇങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പപ്പ നേരത്തെ ഇറങ്ങിയിട്ടാണ്. ഞാൻ റൂബിക്ക് ഇതിന് നേരം അവിടെ കിടക്കണം. റൂബി ആകെ ടയർഡായിരുന്നു. അവളും വെയിലത്ത് വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കണല്ലേ. അവളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവളകത്ത് പോകില്ല. അവൾക്ക് പേടിയാണ്. ഞങ്ങൾ ഇനി പൊയ്ക്കളയോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അവളും പുറത്ത് വന്നിരുന്ന കേട്ടോ. അപ്പോൾ റൂബിനെ ഇത്തിരി നേരം കിടത്തണം. അതുകൊണ്ട് ഞാൻ റൂബിയും കൂടിയിട്ട് കുറച്ച് നേരം കിടന്നു. പപ്പ വേഗം തന്നെ പുറത്തിറങ്ങി അത്രയും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടേക്കൊന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ആ ചെടിച്ചട്ടി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമൊന്ന് ആദ്യം അടിച്ചു വാരിയിട്ട് അതിനുശേഷം പിന്നെ ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് അത് കഴിയുമ്പോഴത്തേക്കും പപ്പക്ക് അങ്ങോട്ട് പൊക്കി വെച്ചാൽ മതിയല്ല അതിൻ്റെ ആ സൈഡിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റൂബി ഭയങ്കര പുന്നാരം ഉണ്ടാകും. റൂബി വന്ന് എൻ്റെ മേത്ത് വന്ന് കയറും, പപ്പയുടെ മേത്ത് വന്ന് കയറും. അപ്പം ഞങ്ങൾ രണ്ടാളും എടുക്കും ഇത്തിരി നേരം കേട്ടോ. ഇപ്പോൾ പപ്പ എടുത്തതാണത്. പപ്പ വേർത്ത് കുളിച്ച് നിൽക്കണേണ്. അപ്പം മേത്ത് ഇങ്ങനെ തൊടാതെ പപ്പ ഇങ്ങനെ അവിടെ മാറ്റി പിടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് പുറത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കുഞ്ഞു പിള്ളേരെ പോലെ പുറത്തെ കാഴ്ചയെ കാണിച്ചു കൊടുത്തിട്ടൊന്ന് താഴെ നിർത്തിയതാണ്.
അങ്ങനെ റൂബിനെയും ഇടയ്ക്ക് പുന്നാരിപ്പിക്കും. അങ്ങനെ നമ്മുടെ ജോലികളെല്ലാം ഏകദേശം തീർന്ന് പപ്പ അങ്ങനെ വെട്ടി അതൊക്കെ ഏകദേശം തീർത്ത് വരണേണ്. അപ്പോൾ ഇനിയുള്ളത് ആ ചെടിച്ചട്ടി പൊക്കി വെക്കുന്ന ആ അരഞ്ഞാണോ എന്ന് പറഞ്ഞ ആ കുഞ്ഞു സ്ഥലമില്ലേ, അത് ഒന്ന് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് തീർന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അതങ്ങോട്ട് കഴുകിയിട്ട് പെയിൻറ്റ് ചെയ്തേനെ. കഴിഞ്ഞ തവണ ഞാൻ തന്നെയാണ് അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പെയിൻറ്റ് ചെയ്തതാണ് ഇപ്പോഴും നമ്മൾ പിന്നെ ചെയ്യാതെ അങ്ങനെ ഇട്ടേക്കണത് കേട്ടോ. അത് ഒന്ന് ചെയ്യണം. അപ്പോൾ ഇന്ന് പോയിട്ട് പപ്പ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെയിൻറ്റ്. അപ്പോൾ ആ പെയിൻ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്തിരി വൃത്തിയായിട്ട് കിടക്കും. പിന്നെ ഈ പുല്ലും മേല് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. കാരണം നിറയെ കളയാണ്. ഈ കള പോകാനായിട്ട് എന്താ ഇടണം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ. എന്തുണ്ട് കള ഇങ്ങനെ വരാതെ അത് അവിടെ കരിഞ്ഞു പോയിട്ട് പിന്നെ അത് വിത്ത് വരില്ല, അങ്ങനത്തെ സംഭവം എന്തോ ഉണ്ട്. അത് എന്താണെന്നറിയില്ല പേര്. എന്നിട്ട് പിന്നെ ഇതിൽ പുല്ലിൻ്റെ വിത്ത് പാകി പിടിപ്പിക്കണോ ഇനി ഞങ്ങൾ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഇനി പണിക്കാരെ വെക്കണില്ല, കാരണം നമുക്ക് ഒരുപാട് നഷ്ടം വന്നുപോയി. കഴിഞ്ഞ തവണ വെച്ചതേ ഭയങ്കരമായിട്ട് നഷ്ടം വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പാകി പിടിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് സാധാരണ നല്ല ഗ്രാസിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് ഇടാം. പേൾ ഗ്രാസിന് ഒരിക്കലും എടുക്കില്ല, അത്രയും ഒരു മെനക്കെട്ടൊരു ഗ്രാസായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രാസ്, ഇപ്പം നമുക്ക് ബഫല്ലോ ഗ്രാസ് പോലും പേൾ ഗ്രാസിനേലും വളരെ നല്ലതെന്ന് എനിക്ക് തോന്നി. വലിയ മെയിൻ്റനൻസും ഇല്ല ബഫല്ലോ ഗ്രാസിന്. പക്ഷേ എനിക്കിഷ്ടം മെക്സിക്കൻ ഗ്രാസ് വെക്കാൻ തന്നെയാണ്. കാരണം നമ്മളുടെ ഇവിടെ പണ്ട് മുതലേ വെക്കണത് മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു. അതാണ് ഏറ്റവും ഭംഗി, വെൽവെറ്റ് പോലെ കിടക്കുന്നത്. അത് വെക്കാൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഷീറ്റ് വേണം, വിത്ത് ഇട്ട് പിടിപ്പിക്കണം എന്നുള്ള. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയണേ കേട്ടോ. അങ്ങനെ രണ്ട് വശത്തെയും പുല്ലുകളെല്ലാം വലിച്ച് കളഞ്ഞ് പപ്പ ഈ ഒരു രീതിയിലാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്